നമസ്കാരം. മറുനാടൻ വിശേഷങ്ങളുമായി മറുനാടും മലനാടും വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തീർത്തും സംഗീത സാന്ദ്രമായ ഒരു എപ്പിസോഡാണ്. അതിലാദ്യം കലയും സംഗീതവും കളിയും ബിസിനസ്സും കുടുംബവും എല്ലാം കൃത്യമായ അളവിൽ ചേർത്ത് ജീവിതം പാകപ്പെടുത്തിയിരിക്കുന്ന ഒരു മറുനാടൻ മലയാളിയായ ഹൈറേഞ്ചുകാരൻ ടിറ്റോ കുര്യനെ പരിചയപ്പെടാം. അനേകർ നടന്നു പോകുന്ന വഴികളിലൂടെ അല്ലാതെ വഴിമാറി പുതിയ വഴികൾ തേടുന്നവരാണ് ലോകത്തിൽ എന്നും വിജയം കൈവരിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ചും ബിസിനസ്സിൽ. അത്തരത്തിൽ വഴിമാറി നടന്ന് ജീവിത വിജയം നേടിയ ചെറുപ്പക്കാരനാണ് കട്ടപ്പന സ്വദേശിയായ ശ്രീ ടിറ്റോ കുര്യൻ. ഞാൻ എൻ്റെ ഡിഗ്രി പഠനത്തിന് ശേഷം എൻ്റെ ഫാദറിൻ്റെ ബ്രദർ അങ്കിള് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ദുബായിൽ. ഞാൻ 1992 ഞാനിവിടെ വന്നു. ഹോളോഗ്രാം നിർമ്മാണ വ്യവസായം എന്നത് അത്രത്തോളം പ്രചാരമുള്ള ഒന്നായിരുന്നില്ല കഴിഞ്ഞ ഏതാനും വർഷം മുൻപ് വരെ. ഹോളോഗ്രാം മാനുഫാക്ചറിംഗ് ബിസിനസ്സിൽ തൻ്റേതായ ഇടം കണ്ടെത്തിയ മിഡിൽ ഈസ്റ്റിലെ പ്രമുഖനാണ് ടിറ്റോ കുര്യൻ. എൻ്റെ ആദ്യത്തെ ബിസിനസ്സിൽ അന്ന് അവിടെ ഒരു ട്രേഡിംഗ് ബിസിനസ്സുകളായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കമ്പനിയിൽ വെച്ച് തന്നെ പല ഈ ഹോളോഗ്രാമിൻ്റെ 1-2 ജോബുകൾ ഓർഡറുകൾ ഞാൻ മറ്റ് ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രൊഡക്റ്റിൽ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതെനിക്ക് തോന്നി. ഇപ്പോൾ 2001 ഞാൻ ഈ ഹോളോഗ്രാമിനെ കുറിച്ച് കൂടുതലായിട്ട് നെറ്റ് വഴിയും ഇതിലൊക്കെ ലോകത്തുള്ള എല്ലാ കമ്പനികളുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ ഇന്ത്യയിലുള്ള ഒരു കമ്പനി ഹോളോസ്റ്റിക് ഇന്ത്യ ലിമിറ്റഡ് അവർ അതിൻ്റെ ഏജൻസി ഓഫർ ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ് 2001 തുടങ്ങാനുള്ള സാഹചര്യം. ഒരു വളരെ യുണീക്കായിട്ടുള്ളൊരു ബിസിനസ്സാണിത്. വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ ഈ ഫീൽഡിൽ തന്നെ ഉള്ളത്. മലയാളികളായിട്ടുള്ള 1-2 പേരൊക്കെ ഈ ഫീൽഡിൽ തന്നെ ഒരു ചില പ്രിൻറ്റിംഗ് പ്രസ്സുകൾ അഡ്വർടൈസിങ് കമ്പനികളിലൊക്കെ ആയിട്ട് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. മെയിനായിട്ട് ഇപ്പോൾ UAE എൻ്റെ ഒരു കോമ്പറ്റീറ്ററെ നോക്കുകയാണെങ്കിൽ ഒരു അമേരിക്കൻ കമ്പനിയാണ് എൻ്റെ കോമ്പറ്റീറ്ററായിട്ട്. ദേ ആർ ദ ഫസ്റ്റ് വൺ ടു സ്റ്റാർട്ട് ദ ഹോളോഗ്രാം ബിസിനസ് ഹിയർ. ഇൻ ഫാക്ട് നൗ വി ആർ ദ ബിഗസ്റ്റ് സപ്ലയർ ഓഫ് ഹോളോഗ്രാംസ് ഇൻ ദ മിഡിൽ ഈസ്റ്റ്. ഇൻഫാക്ട് എനിക്ക് സൗദിയിലും ഓപ്പറേഷൻ ഉണ്ട് ബൈ ദ നെയിം ഓഫ് കമ്പനി നെയിം ഗൾഫ് ഹോളോഗ്രാംസ്. ഇപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഖത്തറിൽ ഞാൻ തുടങ്ങുകയാണ്. അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിഗ്രി പഠനത്തിനു ശേഷം 1992 ഇദ്ദേഹം ഇടുക്കിയിൽ നിന്നും ദുബായിലെത്തുന്നത്. ആദ്യം മാൽബറോ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസിയായ അൽ റഷീദ് ട്രേഡിംഗ് കമ്പനിയിൽ ജോലി നോക്കി. 1999 വരെ അവിടെയായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്തു നോക്കി. എന്നാൽ പരാജയമായിരുന്നു ഫലം. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ വന്നു. അപ്പോൾ ആ ചെറുപ്പത്തിൻ്റെതായ സ്വപ്നങ്ങളൊക്കെ എന്നിലും ഉണ്ടായിരുന്നു. ഒരു പരിധിവരെയൊക്കെ ദൈവം അനുഗ്രഹിച്ച് അതൊക്കെ സാധിച്ചെടുത്തിരിക്കുന്നു. വീഴ്ചകളും താഴ്ചകളും എല്ലാം ഈ ഒരു 24 വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. 2002 ഹോളോഗ്രാം ബിസിനസ്സിലേക്ക് തിരിഞ്ഞു. ചെറിയ രീതിയിൽ ആരംഭിച്ച ഈ കമ്പനി ഇന്ന് വലിയ നിലയിൽ പ്രവർത്തിക്കുന്നു. ദുബായിൽ ലാർജ് സ്കെയിലിൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കാൻ പോകുന്നു. ഒരു ഹോളോഗ്രാം പ്രൊഡക്ഷൻ യൂണിറ്റ് ഇവിടെ ആദ്യമായിട്ട് തുടങ്ങുകയാണ്. മിഡിൽ ഈസ്റ്റിലെ ദ ഫസ്റ്റ് ഹോളോഗ്രാം പ്രൊഡക്ഷൻ യൂണിറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഹിയർ. ഇവിടെ ജബ്ലാലിലെ IMBS ഉണ്ട്, ഇൻ്റർനാഷണൽ മീഡിയ പ്രൊഡക്ഷൻ സോണിൽ. ഓൾറെഡി അതിൻ്റെ സ്പേസൊക്കെ എടുത്തു, മെഷീനറീസൊക്കെ വന്നു. നെക്സ്റ്റ് മന്ത് വി ആർ സ്റ്റാർട്ടിങ്
production here. You will find most of the products with the hologram only, especially the perfume and cosmetic items. You will find a hologram affixed on that. So it's a massive. It's a commercially. It is. We are getting a lot of business in that. A lot of major brands are using a hologram. They are using this hologram as their security component. ഹോളോഗ്രാം എന്നത് ഒരു സെക്യൂരിറ്റി പ്രൊഡക്റ്റാണ്. പാസ്പോർട്ട്, കറൻസി നോട്ട്, സർട്ടിഫിക്കറ്റ് എന്നിവയിൽ ഹോളോഗ്രാം നമുക്ക് കാണാൻ കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം യു എയിലാണെങ്കിൽ റെസിഡൻസ് വിസയിൽ യു വിൽ ഫൈൻഡ് എ ഹോളോഗ്രാം ഓൺ ദാറ്റ്. ഒരു 20 mm സൈസിലുള്ള ഒരു സെക്യൂരിറ്റി ലേബൽ അതിലുണ്ട്. അത് എല്ലാവർക്കും പരിചിതമാണ്. മറ്റ് പാസ്പോർട്ടുകൾ, കറൻസി നോട്ട്സുകൾ, സർട്ടിഫിക്കറ്റുകളിലെല്ലാം ഹോളോഗ്രാം കാണുവാൻ സാധിക്കും. ദ മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് സെക്യൂരിറ്റി സൊല്യൂഷൻ ഇൻ ദ വേൾഡ്. വെരി സിമ്പിളായിട്ട്. ടിറ്റോയുടെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ സെക്യൂരിറ്റി സൊല്യൂഷനാണ് ഹോളോഗ്രാം. ഏത് പ്രൊഡക്റ്റിൽ വേണമെങ്കിലും ഹോളോഗ്രാം യൂസ് ചെയ്യാം. ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മാർക്കറ്റിലെ നല്ല പേരുള്ള ഒരു ബ്രാൻഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 80% ബ്രാൻഡുകളിലും ദേ ആർ ഫേസിങ് എ ബിഗ് ഇഷ്യൂ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. ഈ ഡ്യൂപ്ലിക്കേഷനും കൗണ്ടർ ഫൈറ്റിങ്ങും അതിനെ ഇത് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഹോളോഗ്രാം. ഒരു ഹോളോഗ്രാം ഉള്ള ഒരു പ്രൊഡക്റ്റ് ഒരു കൺസ്യൂമർ അത് വാങ്ങുമ്പോൾ അവൻ്റെ മനസ്സിൽ ഇത് ഒറിജിനൽ പ്രൊഡക്റ്റ് ആണെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. ആയതുകൊണ്ടാണ് ദ ഹോളോഗ്രാം ഇറ്റ്സ് യൂസ് ഫോർ ദാറ്റ്. ഡ്യൂപ്ലിക്കേഷൻ വരാത്ത ഒരു സെക്യൂരിറ്റി സൊല്യൂഷനാണ് ഇത്. ഇന്ന് നമ്മുടെ ടെക്നോളജി അഡ്വാൻസ് ആയതിനാൽ ഹോളോഗ്രാമിൽ ഡ്യൂപ്ലിക്കേഷൻ പ്രയാസമാണ്. ലോകത്തിൽ ഒരു പ്രോഡക്റ്റും 100% പെർഫെക്റ്റ് അല്ല. ബട്ട് 99% സെക്യൂരിറ്റി ഉറപ്പാക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഹോളോഗ്രാം. അതിൻ്റെ അകത്ത് ടെക്നോളജിക്കലായിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഒന്ന്, ഹോളോഗ്രാം ഒരു ഇങ്ക് ഉപയോഗിച്ച് ഇത് പ്രിൻ്റ് ചെയ്യുന്ന ഒരു സെഗ്മെൻ്റ് അല്ല. ഇത് ബേസിക്കലി ഇതിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് ലേസർ എംബോസിംഗ് ആണ്. ലേസർ എംബോസിംഗിൽ ഇതിൻ്റെ അകത്ത് ബേസിക്കലി നോ കളർ ഈസ് ഇൻവോൾവ് ഇൻ ദാറ്റ്. ബേസിക് കളർ ഇൻവോൾവ്സ് ഇൻ ദാറ്റ് റെയിൻബോ ഇമേജസ്. ഈ റെയിൻബോ ഇമേജസ് ഇപ്പം ഒരു ഹോളോഗ്രാം അത് ചെയ്താൽ അതിനെ പോലെ തന്നെ റിപ്ലിക്ക വേറെ ചെയ്യുമ്പോൾ അതിൻ്റെ കളറിലൊക്കെ ഒത്തിരി ഡിഫറൻസ് ഉണ്ടാവും. മറ്റ് സെക്യൂരിറ്റി ഫീച്ചേഴ്സിലെല്ലാം ഡിഫറൻസ് ഉണ്ടാവും. ആയതുകൊണ്ടാണല്ലോ ഇത് കറൻസികളിലും പാസ്പോർട്ടുകളിലും സർട്ടിഫിക്കറ്റുകളിലും എല്ലാം ഏത് ഗവൺമെൻറ് ഡോക്യുമെൻ്റ് എടുത്ത് നോക്കിയാലും നമുക്ക് ഹോളോഗ്രാം കാണുവാൻ സാധിക്കും. അത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് മിക്ക നാഷണൽ ഇന്റർനാഷണൽ പ്രോഡക്റ്റുകളിലും ഹോളോഗ്രാം കാണാം. ഹോളോസ്റ്റിക് ഇന്ത്യ ലിമിറ്റഡ് എന്ന ഇന്ത്യൻ കമ്പനിയാണ് ലോകത്തിൽ ഏറ്റവും പ്രമുഖ ഹോളോഗ്രാം നിർമ്മാതാക്കൾ. ഒരു സ്പോർട്സ്മാൻ, സംഗീതപ്രേമി, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിലും ടിറ്റോ തന്റെ സജീവ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ച് കോട്ടയം ബെസേലിയസ് കോളേജിലാണ്. ബെസേലിയസ് കോളേജിൻ്റെ ഒരു അലൂമിനി അസോസിയേഷൻ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ മാതൃസംഘടനയായിട്ട് പ്രവർത്തിച്ചിരുന്ന അക്കാഫിൻ്റെ സ്ഥാപക മെമ്പേഴ്സിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ എല്ലാ രീതിയിലുള്ള സാമൂഹിക സാംസ്കാരിക ഇതിൽ ഞാനിവിടെ ബന്ധപ്പെട്ടിട്ടുണ്ട്. കൂടാതെ സ്പോർട്സിൽ, ക്രിക്കറ്റിൽ, ബാഡ്മിൻ്റൺ എല്ലാ സാഹചര്യത്തിലും നമ്മളുണ്ട്. നമ്മുടെ ലൈഫ് ഇവിടെ ദുബായിലുണ്ട്. ഒരു ക്രിക്കറ്റ് കളിക്കാരനും ദുബായിൽ ഒരു ക്രിക്കറ്റ് ക്ലബിന്റെ ഉടമയുമാണ് ഇദ്ദേഹം. ദുബായിലെ പല പ്രമുഖ ടൂർണമെന്റുകളിലും ഇദ്ദേഹത്തിന്റെ ക്ലബ്ബ് വിജയിച്ചിട്ടുമുണ്ട്. നന്നായി ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് ടിറ്റോയുടെ കമ്പനിയിൽ ജോലിക്ക് മുൻഗണന ഉണ്ടെന്നും ദുബായിൽ ഒരു സംസാരമുണ്ട്. ചില സമയങ്ങളിൽ ടിറ്റോയുടെ വീട് ഒരു സംഗീത മണ്ഡപമായി തീരും. സംഗീതപ്രേമികൾ ഒത്തുചേർന്ന് മനസ്സിലെ സംഗീതം പങ്കുവയ്ക്കുന്ന ഒരു കൂട്ടം മലയാളികൾ ടിറ്റോയുടെ സൗഹൃദ സദസ്സിലുണ്ട്. ഒരു സംഗീതമേളത്തിനുതകുന്ന സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ഇദ്ദേഹം തന്റെ വീട്ടിൽ ഒരുക്കിയിട്ടുമുണ്ട്.
മണിമുത്തം എൻ കവിളിൽ പതിഞ്ഞുവോ, തേനായൊരു കിളിനാദം എൻ കാതിൽ കുതിർന്നുവോ. എന്നെ ഈ ബിസിനസ്സിന് വേണ്ടി സഹായിച്ചത് ശ്രീ ജോർജ് മാത്തൻ. അദ്ദേഹം നാഷണൽ ഡിവാട്ടറിങ്ങിൻ്റെ ജനറൽ മാനേജറായിരുന്നു. ഇപ്പോൾ സ്വന്തമായിട്ട് വാട്ടർ ആൻഡ് പവർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന അതിൻ്റെ ആ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറാണ്. അദ്ദേഹം എനിക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഈ ഹൈപ്പർടെക് ഹോളോഗ്രാംസിന് വേണ്ടി ഒരുക്കി തന്നത്. ഞങ്ങൾ പാർട്ട്ണർഷിപ്പിൽ ആയിരുന്നു. വർഷങ്ങളോളം ഞങ്ങളുടെ ആ സുഹൃത്ത് ബന്ധം തുടർന്നു. അദ്ദേഹമാണ് എനിക്ക് ഇങ്ങനെയുള്ളൊരു ഈ ഹൈപ്പർടെക് ഹോളോഗ്രാംസിന് വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം എനിക്ക് ഉണ്ടാക്കിയത്. ഓറിയന്റൽ ഇൻഷുറൻസിൽ അസിസ്റ്റന്റ് മാനേജരായ സീമയാണ് ടിറ്റോയുടെ ഭാര്യ. ഇവർക്ക് 3 ആൺമക്കളാണ്. മൂത്തയാൾ 9ൽ പഠിക്കുന്നു, സ്റ്റീവ്. രണ്ടാമത്തെ ആൾ ഷോൺ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂന്നാമത്തെ ആൾ ഇപ്പോൾ കിൻഡർഗാർട്ടൻ. ടിറ്റോയുടെ അച്ഛൻ നേരത്തെ മരിച്ചു. അമ്മ നാട്ടിലുണ്ട്. നാട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ ദുബായിൽ ജീവിക്കുന്നതാണ് ഇന്ന് ടിറ്റോയ്ക്കിഷ്ടം. കാരണം ചിന്തയിലും പ്രവൃത്തിയിലും വഴിമാറി നടന്ന ഈ യുവാവിന് താങ്ങും തണലുമായത് ഈ ദുബായ് നഗരമാണ്. ഭാഗ്യവാനായ ഈ മനുഷ്യന്റെ ഭാഗ്യമണ്ണാണ് ഈ ദുബായ് നഗരം. ശ്രീ ടിറ്റോ കുര്യനെയും ബഷീർ സിൽസിലയും പോലുള്ളവരെയാണ് നാം ആദരപൂർവ്വം ഓർക്കേണ്ടത്, അറിയേണ്ടത്. നമുക്കില്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെ കിട്ടിയതിൻ്റെ വലിപ്പം മനസ്സിലാക്കി ആനന്ദത്തോടെ ജീവിക്കുക. കിട്ടാത്തതിനെ എത്തിപ്പിടിക്കാൻ നോക്കുക, അതിന് സമയം കണ്ടെത്തുക. അത് ചുരുക്കം ചില മനുഷ്യർക്കേ കഴിയൂ, ചുരുക്കം കലാകാരന്മാർക്കും. ശുഭരാത്രി.